ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു ഗേറ്റ് വെൽഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഫൈബർ സിമെൻറ്റ് ബോർഡ് ക്ലാഡിങ് ചെയ്തിട്ടാണ് ഗേറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് ഫൈബർ സിമെൻറ്റ് ക്ലാഡിങ്. ഇത് ഒരു ഷീറ്റ് 10 ഫീറ്റിൻ്റെ ഒരു ഷീറ്റിന് 600 രൂപയാണ് വില. അപ്പം അതുപോലെ നമ്മൾ 1.5 സ്ക്വയർ ട്യൂബുകൾ ഫ്രെയിമിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഗേറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പോൾ അതിന് വേണ്ട വീലുകൾ, അതുപോലെയുള്ള മട്ടം പിടിക്കാനുള്ള സാധനങ്ങൾ, ആങ്കർ ബോൾട്ടുകൾ എല്ലാം നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. നമ്മളിതുവരെ കാര്യമായ വലിയ രീതിയിലുള്ള വെൽഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഗേറ്റ് വെൽഡ് ചെയ്യാൻ പോകുന്നത്. ഗേറ്റിൻ്റെ മറ്റേ എൻ്റെ ഒരു ട്യൂബിൻ്റെ മേളിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് വെൽഡ് ചെയ്ത് അതിന് മേളിൽ ഈ ട്യൂബ് വെൽഡ് ചെയ്ത് നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്തൊരു ഫ്ലെക്സ് കോർ വെൽഡിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു മെഷർമെൻറ്റൊക്കെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ChatGPTൻ്റെ അടുത്ത് ചോദിച്ച് ഇതിൻ്റെ ഒരു ഡ്രോയിങ്ങും അതിൻ്റെ പണി തീർന്നു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഇമേജും ChatGPTനെ വെച്ച് ജനറേറ്റ് ചെയ്തു. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് തന്നെ ജനറേറ്റ് ചെയ്ത് തന്നു. താഴത്തെ ഒരു പ്ലാങ്ക് മിസ്സിങ് ആണ്. അത് മാത്രമല്ല, അളവുകളും ഒക്കെ മൊത്തത്തിൽ തെറ്റാണ്. എങ്കിലും നമ്മൾ ഗേറ്റ് ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്കിതിൽ നിന്ന് കിട്ടി. 10 അടി വീതിയും 4 അടി ഉയരവുമുള്ള ഒരു ഗേറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ അളവുകളെടുത്ത് ഈ ട്യൂബുകളൊക്കെ മാർക്ക് ചെയ്ത് മുറിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചില പരിചയക്കുറവുകളുണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഗേറ്റ് ചെയ്യാൻ പറ്റി. ഈ മെഷർമെൻറ്റുകൾ കൃത്യമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് കറക്റ്റ് റേഷ്യോ കിട്ടത്തില്ല. ചിലത് കുറച്ച് അങ്ങോട്ട് വളഞ്ഞും അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകും. ഈ മെഷർമെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ട്യൂബുകൾ മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പേപ്പറിൽ സ്കെച്ചായിട്ട് വരയ്ക്കണം കൃത്യമായിട്ട് ഏത് ട്യൂബ് ഏത് സൈസ് വേണം എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൺഫ്യൂഷനായി മൊത്തത്തിൽ പ്രശ്നങ്ങളാവും. അതേപോലെ തന്നെ നമ്മൾ ഈ മാർക്കിംഗ് ആംഗിളൊക്കെ വരയ്ക്കുന്നതൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായി മാർക്കൊക്കെ ചെയ്തതിന് ശേഷം ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഈ മാർക്കുകളുടെ മേളിൽ കൂടെ കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് സോ അല്ലെങ്കിൽ ചോപ്പ് ഓഫ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെഷീനുണ്ട്. അപ്പോൾ ആ മെഷീൻ എൻ്റെ അടുത്തില്ല. അത് ഞാൻ ഒരു റെൻറ്റിനെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആംഗിൾ ഗ്രൈൻഡർ വെച്ച് മുറിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. പക്ഷേ മറ്റേ മെഷീൻ കുറച്ചും കൂടെ സേഫാണ്. പിന്നെ കട്ടൊക്കെ കറക്റ്റായിരിക്കും. നമ്മളിങ്ങനെ ചെരിഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോകത്തില്ല. അപ്പം കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ചോപ്പ് ഓഫ് സോ വെച്ച് മുറിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ട് ഞാൻ ചോപ്പ് ഓഫ് സോ ഒരെണ്ണം ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് റെൻറ്റിനെടുത്തിട്ടുണ്ട്. ഞാൻ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഡിസ്ക് അങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കുറച്ച് മുറിച്ചതിന് ശേഷം ഞാൻ ചോപ്പ് ഓഫ് മെഷീന് റെൻറ്റിനെടുത്തു. ഇവിടെ നമ്മൾ 45 ഡിഗ്രി ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ കിട്ടും കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നത്. ഫ്രെയിമുകളൊക്കെ മുറിച്ചതിന് ശേഷം ജസ്റ്റ് വെച്ച് നോക്കി. അതിന് ശേഷം ആ പ്ലാങ്കിൻ്റെ ഡയമെൻഷനൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആകുമോ എന്നൊക്കെ വെച്ച് നോക്കി.
അതിന് ശേഷം നമ്മൾ ഈ കോർണേഴ്സ് കറക്റ്റ് ചെയ്യണം. കോർണേഴ്സ് കറക്റ്റ് ഗ്യാപ്പെല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം സ്പോട്ട് വെൽഡ് ചെയ്ത് അതിനെ ഫിറ്റ് ചെയ്യണം. അപ്പം ഈ മട്ടം എന്ന് പറയുന്ന ടൂളുണ്ട് ഈ ആംഗിൾ അളക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് 90 ഡിഗ്രി വന്നോ എന്ന് നോക്കുന്നത്. അതിനിടയിൽ നമ്മളുടെ മേസ്തിരിമാർക്ക് ഈ റെയിൽ കോൺക്രീറ്റിൽ ഫിറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാനതിന് കുറച്ച് കാലുകൾ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യാണ്. ഇത് ഈ ഉരുണ്ട ഇതായത് കൊണ്ട് അത് കോൺക്രീറ്റിനുള്ളിൽ കറക്റ്റായിട്ട് സീറ്റാവാൻ വേണ്ടിയിട്ടാണ് ഈ കാലുകൾ വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ദൂരം എന്ന് വെച്ചാൽ ഒരു 2 മീറ്റർ 1.5 മീറ്റർ ഇടവിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റേബിളായിട്ട് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. ഈ മൂലകൾ കൃത്യമായിട്ട് അലൈനായിട്ട് വരിക എന്നുള്ളതാണ് അതിൽ കാര്യം. അത് അത്രയും കൃത്യമായിട്ടില്ലെങ്കിലും അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ട്. 90 ഡിഗ്രി കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു സ്പോട്ട് വെൽഡ് ചെയ്തിട്ട് ബാക്കി 4 മൂലകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പീസ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് ആ റെയിലിൽ ഗേറ്റ് കഴിഞ്ഞാലും റെയിലിൽ നിന്ന് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഈ ഗേറ്റ് സ്ലൈഡ് ചെയ്ത് വന്ന് തട്ടി നിൽക്കാനുള്ള ഒരു പില്ലറുണ്ട്. അതൊരു സ്റ്റീലിൻ്റെ ട്യൂബാണ് അവിടെ പില്ലറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് കോൺക്രീറ്റിനകത്ത് സ്ക്രൂ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റിൻ്റെ ഫ്രെയിം ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ നിശ്ചിത അകലത്തിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ട്യൂബുകൾ വെൽഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോപ്പ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ കട്ട് ഓഫ് മെഷീൻ എന്നൊക്കെ പറയുന്ന സാധനം. ഇത് വെച്ചിട്ട് ആണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീലുകൾ ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ റെയിലിൽ ഇത് കറക്റ്റായിട്ട് മൂവ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് ശേഷമാണ് ബാക്കി പണികൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ വീലുകളൊന്ന് സ്പോട്ട് ചെയ്യുകയാണ്. വീലുകൾ കറക്റ്റ് ലൈനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ താൽക്കാലികമായി സ്പോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണ്ടി വന്നാൽ കട്ട് ചെയ്ത് ഫ്യൂച്ചറിൽ വീണ്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് സ്പോട്ട് ചെയ്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ്. അടുത്ത് നമുക്ക് ഈ ഗേറ്റിനെ അടുത്ത് നമ്മൾ നേരത്തെ കോൺക്രീറ്റ് ചെയ്ത് വെച്ച ആ ഒരു റെയിലിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പം ഈ വെൽഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം മനസ്സിലാവും. എന്തെങ്കിലും കോട്ടം അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ്, വീലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റി ഇരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണിപ്പം. ഇനി നമ്മുടെ പ്ലാങ്കുകൾ ഡ്രിൽ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് എഡ്ജസിൽ 2 സപ്പോർട്ടുകളും കൂടെ ഇതിൽ വെൽഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അത് എഡ്ജിലൊരു 1 മില്ലിമീറ്ററിൻ്റെ ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് നേരെയാക്കണം. അപ്പം നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വെച്ച് നോക്കാം.
ഗേറ്റിൻ്റെ ഫ്രെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് 2:1 പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കുറച്ചുകൂടെ നീളം കുറയ്ക്കുകയാണ്. അതങ്ങനെ നമ്മളതവിടെ ഉറപ്പിച്ചു. ഇനി നമുക്കത് ഡിസ്റ്റൻസൊക്കെ കറക്റ്റ് ചെയ്ത് സ്പോട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാം. അതേപോലെ അപ്പുറത്തെ സൈഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ സെയിം സാധനം മുറിച്ചെടുക്കണം. ഫ്രെയിം വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലൊന്ന് എപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുക്കാം. ഇതിനിടയിൽ നമ്മൾ വെൽഡ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അവിടെ മെറ്റൽ പുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പുട്ടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം, വെൽഡ് ചെയ്ത സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഒരു റഫ് ഏരിയ ആയിട്ടുള്ള സാധനം നമ്മളൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം രാത്രി നമ്മൾ ഓവർനൈറ്റ് ഈ പെയിൻറ്റ് ഉണങ്ങാൻ വിടും. എന്നിട്ട് നാളെയാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ പ്ലാങ്ക് ഡ്രിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാങ്കുകൾ എടുത്ത് ഇതിന് മേളിൽ വെച്ച് നോക്കി. ഇനി നമുക്ക് സെൽഫ് ഡ്രില്ലിങ് സ്ക്രൂ വെച്ചിട്ട് പ്ലാങ്കുകളെ കറക്റ്റ് ഡിസ്റ്റൻസിൽ അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സെൽഫ് ഡ്രൈവിങ് സ്ക്രൂ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡ്രിൽ ചെയ്യുന്നത്. ഇത് ഡ്രിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കോൺക്രീറ്റ് ഫൈബർ ബോർഡ് പെട്ടെന്ന് തന്നെ നമുക്ക് തുളയ്ക്കാൻ പറ്റും. ഇതുപോലെ ഡ്രിൽ ചെയ്യുന്നതിന് പകരം അവിടെ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ബോൾട്ടൊക്കെ കിട്ടും. ലൈക്ക് ഡയമണ്ട് പോലത്തേക്കുള്ള, അല്ലെങ്കിൽ എഡ്ജ് ക്ലോസ് ആയിട്ടുള്ള കുറച്ചുകൂടെ വൃത്തിയുള്ള സാധനം കിട്ടും. പക്ഷെ ഞാനിത് എളുപ്പത്തിന് ഇതാണ് ചെയ്തത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാങ്കുകളും നമ്മൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇത് നോർമലി അങ്ങനെ നമ്മുടെ ഗേറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് റെയിലിൽ ഒന്നുകൂടെ ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയും ചെറിയ രീതിയിൽ പെയിൻറ്റ് ടച്ചിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒന്നുകൂടെ ചെയ്ത് ഒന്ന് റെഡിയാക്കണം. അപ്പം ഓവറോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗേറ്റ്. ഈ ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഏകദേശം ചിലവായത് 6500 രൂപയാണ്, എല്ലാ മെറ്റീരിയൽസും അടക്കം. അതിൽ ടൂൾസ് മോസ്റ്റ്ലി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതെല്ലാം. ഞാൻ ആ ചോപ്പ് ഓഫ് മെഷീൻ മാത്രമാണ് വാടകയ്ക്ക് എടുത്തത്. ബാക്കി ടൂൾസൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതല്ലാണ്ട് മെറ്റീരിയലിന് മാത്രമുള്ള ഒരു റേറ്റാണത്. താങ്ക്സ് ഫോർ വാച്ചിങ്.